നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള സന്ധ്യാസമയത്തിനായ സ്തോത്രം. ഞങ്ങളുടെ വീണ്ടെടുപ്പും ഞങ്ങളുടെ നീതീകരണവും ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ സങ്കേതവും കോട്ടയും ആയിരിക്കുന്ന പരിശുദ്ധനോടുകൂടെ ഒരു കൂട്ടായ്മ നൽകിയ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതകൾക്കും ഇത് നിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നിൻ്റെ വിശ്വസ്തതയായി ഞങ്ങൾക്ക് പരിചയം പലകമായിരുന്നു കൊണ്ട് ഞങ്ങളെ നടത്തുക കൃപയ്ക്കായ സ്തോത്രം. സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണങ്ങളും കള്ളത്തിൻ്റെ മേൽ വിശ്വസ്ത സാക്ഷിയും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായി നിൻ്റെ കർത്തൃത്വം കണ്ടുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന് കൃപ നൽകിയാട്ടെ. ഞങ്ങളുടെ നീതി പ്രവൃത്തികളല്ല, ക്രൂശി ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ച നീതിയാൽ ഞങ്ങളെ സൗജന്യമായി നീതീകരിച്ച മഹിമയുടെ വലത്ത ഭാഗത്ത് ഞങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ആ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. ഈ ശബ്ദം ഡയറക്റ്റ് കേൾക്കുന്നവരെയും ഇനി യൂട്യൂബിൽ കേൾക്കുന്നവരെയും നിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിന് മഹത്വം വരത്തക്കവണ്ണം നിൻ്റെ ശക്തിയായി ഉന്നതമായി പ്രവർത്തിച്ച നിൻ്റെ ജനത്തെ കർത്താവേ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്നെ വചനം നിവർത്തിച്ചുകൊണ്ട് ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ഘോഷം ഞങ്ങളുടെ കൂടാരങ്ങൾ തെരുമാറാൻ പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്തി ഓരോ ജനത്തെയും നിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളെ, ആ പരിസരങ്ങളെ നിൻ്റെ പ്രാശ്ചിത്തങ്ങതുമായിട്ട് ഞങ്ങൾ സാങ്ക്ടിഫൈ ചെയ്യാണ്. തിരുനാമത്തിന് മഹത്വം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ക്ലാസ്സിലേക്ക് നമ്മെ കൂട്ടിവരുത്തി ദൈവത്തെ ഓർത്ത് നന്ദി അറിഞ്ഞ ഹൃദയത്തോട് നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അടിസ്ഥാനപരമായ ഉപദേശങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ആഴമായ ഒരു വിഷയമായിരുന്നു ചിന്തിച്ചത്. ആമേൻ. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ അറ്റോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്വത്തിൻ്റെ പരിധി എത്ര വരേക്കുമാണെന്നുള്ളത്. സ്തോത്രം. പ്രായശ്ചിത്തം റിപ്പീറ്റഡ് അല്ല. അതിൻ്റെ കാരണം ദൈവത്തിന് ഏകപുത്രനേ ഉള്ളൂ എന്നുള്ളതല്ല. അത് സത്യമാണെങ്കിൽ തന്നെയും അതല്ല വിഷയം. അതായത് പ്രായശ്ചിത്തം വീണ്ടും വീണ്ടും നടത്തിയാൽ, അല്ലെങ്കിൽ പാപക്ഷമ വീണ്ടും വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിനകത്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ല. ദൈവം പ്രായശ്ചിത്തം ഒരുക്കിക്കൊള്ളോ, ദൈവം പാപമോചനത്തിന് വഴി ഒരുക്കിയിരിക്കുന്നല്ലോ എന്നുള്ള മനോബോധം കടന്നു വന്ന് പാപം ചെയ്തതിൽ മനുഷ്യന് ഭയമില്ലാതിരിക്കും. അതാണ് ഇന്ന് ഹ്യൂമൻ ഗവൺമെൻറ്റിലും ഡിവൈൻ ഗവൺമെൻറ്റിലും സംഭവിച്ചിരിക്കുന്നത്. എന്തു സംസാരിച്ചാലും എന്തു പ്രവർത്തിച്ചാലും എന്തെല്ലാം അന്യായം ചെയ്താലും ദൈവം കാണുന്നില്ല. ആമേ സ്തോത്രം. ദൈവം ശിക്ഷിക്കുന്നില്ലല്ലോ. ദുഷ്പ്രവർത്തിക്കാർക്കുള്ള ശിക്ഷാവധി തൽക്ഷണം ലഭിക്കായതുകൊണ്ട് അവർ ദോഷം ചെയ്യാൻ ബന്ധപ്പെടുന്നു എന്നാണ് സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച വിഷയം വളരെ ഹ്രസ്വമായ ക്ലാസ് ആണെങ്കിൽ തന്നെയും വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. ഇന്ന് പെന്തിക്കോസ്ത് കോളത്തിൽ അതെന്ന് ക്ലെയിം ചെയ്യുന്നത് തങ്ങൾ വിശുദ്ധരാണെന്ന് തങ്ങൾ വചനപ്രകാരം നടക്കുന്നുവെന്ന് ക്ലെയിം ചെയ്യുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തെ ഉറപ്പിക്കത്തക്കവണ്ണം കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം തന്നെ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളുകളോട് കൂടി ഇരിക്കും. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ച് അവർ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു വന്ന പോലെ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ അവസ്ഥകളൊക്കെ അവിടെ ഇവിടെയും വിഘ്നങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്ന് സഭയെ കലക്കി മറിച്ചിരിക്കുന്നു, ഭിന്നിച്ചിരിക്കുന്നു. ക്രിസ്തുവിന് വസിക്കാൻ പറ്റാതെ വണ്ണം. ക്രിസ്തു വസിച്ചാൽ മാത്രമേ ശക്തിയുള്ളൂ. നമ്മളതെല്ലാം ആഴത്തിൽ റോമാലേഖനത്തെക്കുറിച്ച് ആസ്പദമാക്കി പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്, നമുക്ക് തനതായ ശക്തിയില്ല. നമ്മൾ എത്രമാത്രം കറക്റ്റ് ഉപദേശം പഠിപ്പിച്ചാലും നമ്മൾ വിശ്വസിച്ചാലും അംഗീകരിച്ചാലും ക്രിസ്തു നമ്മളിൽ വസിക്കുകയും നാം ക്രിസ്തുവിൽ വസിക്കാത്തോടത്തോളം അവൻ്റെ അധികാരം നമ്മളിൽ കൂടെ വെളിപ്പെടുകയില്ല. അത് നമ്മൾ എഫേസ്യ ലേഖനം 19-23 വരെ വാക്യങ്ങളും അതേപോലെ തന്നെ അതിനോട് കണക്ട് ചെയ്തിട്ട് കൊളോസ്യ ലേഖനത്തിൻ്റെ 1:15 തുടങ്ങിയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കും. നമ്മൾ ആ കഴിഞ്ഞ ദിവസം ചിന്തിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ അതൊന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. ദൈവമക്കളുടെ ഹൃദയത്തിൽ എപ്പോഴും മുദ്ര കൊത്തിവെക്കേണ്ട ഒരു വിഷയമാണ്. ദൈവം പാപം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, ക്രിസ്തുവിൽ മറക്കുകയാണ് ചെയ്യുന്നത്. As long as we abide in Christ, there is forgiveness. If we don't abide in Christ, there is no forgiveness, wrath only. ദൈവത്തിൻ്റെ ക്രോധം മാത്രമേ വസിക്കുകയുള്ളൂ. പുത്രനെ കൂടാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുക്കാൻ സാധ്യമല്ല. കാരണം മീഡിയേഷൻ ഇല്ലാത്തടത്തോളം പാപക്ഷമ കിട്ടുകയില്ല. മീഡിയേറ്റർ ഇല്ലാത്തടത്തോളം ദൈവരാജ്യം, ദൈവം എത്ര സ്നേഹം തന്നെയാണ്, പക്ഷേ ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്താത്തോടത്തോളം ദൈവത്തിന് ക്ഷമിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഏതു പ്രാർത്ഥനയിലും യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഇനി നമുക്ക് വളരെ ലളിതമാണെങ്കിലും നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, ആർക്കാണ് ഈ അറ്റോൺമെൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ പ്രായശ്ചിത്വം കൊണ്ട് പ്രയോജനമുള്ളത് എന്നുള്ളത്. ഇത് എല്ലാം നാം പഠിച്ചു വരുന്നത് എഫേസ്യ ലേഖനം
കൊളോസ്യ ലേഖനത്തെ ആസ്പദമാക്കിയിട്ട് ക്രിസ്തുവും ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ കൺക്ലൂഷനിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും വളരെ അത്യന്താപേക്ഷിതമായിട്ട് യൂസ്ഫുൾ ആകുന്നത്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത വണ്ണം ഇൻഡിസ്പെൻസിബിളായിട്ട് യൂസ്ഫുൾ ആകുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ഉറയ്ക്കണം. അല്പം പോലും ഹൃദയത്തിൽ സംശയം ഉണ്ടാകരുത്. ദൈവത്തോട് റീകൺസിലേഷൻ നടത്താനായിട്ട് ഒരു മീഡിയേറ്റർ കൂടാതെ സാധ്യമല്ല, ഒരു അറ്റോൺമെൻറ്റ് കൂടാതെ സാധ്യമല്ല. ഡിവൈൻ ജസ്റ്റിസിന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ വരത്തക്കവണ്ണം യേശുവിൻ്റെ പ്രാശ്ചിത്തത്തിൽ കൂടെയാണ് എന്നെ ഡിവൈൻ ഗവൺമെൻറ് സൗജന്യമായി നീതീകരിച്ച് ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് തന്നെ റൈഷ്യസ് ആയിട്ട് നിർത്തിയിരിക്കുന്നത്. എൻ്റെ പ്രവൃത്തിയല്ല, എൻ്റെ കഴിവല്ല. ഇനി യേശുവിനെ മഹിമയുടെ വലത്ത് ഭാഗത്ത് നിന്ന് ഇറക്കുവാൻ ഓരോരുത്തരും സാധ്യമല്ല. കത്തോലിക്കർ അപ്പം എടുത്ത് മുറിക്കുമ്പോൾ, ഹോസ്തി എടുത്ത് മുറിക്കുമ്പോൾ ക്രിസ്തുവിനെ ആ അപ്പത്തിലേക്ക് ആവാഹിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. വസ്തുമാറ്റം, ട്രാൻസ്സബ്സ്റ്റാൻഷ്യേഷൻ പറഞ്ഞു, ഇമ്പോസിബിൾ. അതെല്ലാം മന്ത്രവിദ്യയാണ്, ജാലവിദ്യകളാണ്, മന്ത്രവാദികളും ചെന്നു പോയ പരിപാടിയാണ്. ക്രിസ്തുവിനെ മഹിമയുടെ വലത്ത് ഭാഗത്തുനിന്ന് ഇറക്കാൻ ഒരു സൃഷ്ടിക്ക് സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ ഡിവൈൻ ജസ്റ്റിസ് നടത്തിയ ശിക്ഷയ്ക്ക് പ്രായശ്ചിത്തം വരത്തക്ക വേണം. പൂർണ്ണ വില കൊടുത്തുകൊണ്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെന്ന് വെച്ചു. എന്നിട്ടാണ് ദൈവം അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇനി അതൊരു നീക്കുപോക്കില്ല. അതായത് എന്നെ നാം ഓരോരുത്തരും ചിന്തിക്കണം, എന്നെ വീണ്ടെടുക്കുവാൻ തൊക്കെ വേണം. എൻ്റെ സൃഷ്ടിതാവായ ദൈവം, നിയമദാതാവായ ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് എന്നെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായിട്ട് എൻ്റെ വ്യക്തിപരമായ ശരീരത്തിൽ എൻ്റെ പാപഹേതുവായി, മറ്റുള്ളവരെ ആദാമിനെന്നും കുറ്റം പറയണ്ട, എൻ്റെ പേഴ്സണൽ സിൻ്റെ ഹേതുവായിട്ട് ഡിവൈൻ ജസ്റ്റിസ്, ദൈവമല്ല സൈറ്റാനമല്ല, ഡിവൈൻ ജസ്റ്റിസ് എൻ്റെ മേൽ വിധിച്ചതായ മരണം, നിത്യമായ മരണം, എറ്റേണൽ കണ്ടമിനേഷൻ, സെപ്പറേഷൻ ഫ്രം ഗാഡ്, ഡിവൈൻ ഗോഡ്, അത് എന്നിൽ നിന്ന് മാറ്റത്തൊക്കെ വേണം. എൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലുള്ള ശിക്ഷ തൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിനെ ഏറ്റെടുത്ത് തൻ്റെ ശരീരം ക്രൂശിൽ മരിക്കുന്ന സമയത്ത് തൻ്റെ പ്രാണനും ആത്മാവും ഞാൻ പോകേണ്ട സ്ഥലത്ത് പ്രാണനിൽ പോയി എനിക്ക് പരമായിട്ട് മരിച്ചു, ദൈവത്താൽ കൈവിടപ്പെട്ടു അല്പസമയത്തേക്ക്. അപ്പോഴാണ് ക്രൂശിൽ ആ ശബ്ദം കേൾക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ നിയമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അപ്പോൾ നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി നാം കൈവിട്ടു പോകേണ്ട സ്ഥാനത്ത് നമുക്ക് പരിഹാരമായി അവൻ കൈവിട്ടു പോയതിനാൽ ഇനി അവന് വിശ്വസിച്ച് അവനോട് ചേർന്ന് വരുന്ന നമ്മളെ അവൻ കൈവിടുന്നവനല്ല. ഇത് നല്ലവണ്ണം ഉറക്കുക. എന്നാൽ നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി എടുക്കുവാൻ നമുക്ക് നമ്മളിലുള്ള ഹ്യൂമൻ നേച്ചറിനെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മളിൽ പലപ്പോഴും നാം അറിയായ കൊണ്ട് ടെംപ്റ്റേഷനിൽ പലപ്പോഴും നമ്മൾ ഫ്ലഷിന് വശീകരിക്കപ്പെട്ടു പോകും, വഴുതിപ്പോകും. അവിടെയൊക്കെ നമ്മൾ പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഷ്ടത ദൈവം അനുവദിച്ചിട്ടുണ്ട്. അത് സഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കഷ്ടത സഹിച്ച് നമ്മൾ ഒന്നുമില്ലാതെ ആക്കാനല്ല. ആ കഷ്ടതയിൽ നമ്മുടെ ബലഹീനതകൾ വെളിപ്പെടും, നമ്മുടെ നേച്ചർ വെളിപ്പെടും, ഇനിയും മാഞ്ഞു കിട്ടാത്ത നേച്ചർ വെളിപ്പെടും. ആ വെളിപ്പെടുമ്പോൾ അത് അക്നോളജ് ചെയ്യുക, കർത്താവ് എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ തന്നെയാണ്, ഇതാണ് ഞാൻ, ഇനി എനിക്കത് വേണ്ട, ഇതെനിക്ക് ക്രൂശിക്കണം, എനിക്ക് ഇതിനെ വേണം. അവിടെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തി റീപ്ലേസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരുന്നത്. ഇങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ സകല നിറവോളം നിറഞ്ഞു വരുന്നത്. ഇതാണ് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാന ഉപദേശം. ഇതല്ലാതെ നമുക്ക് സാധ്യമല്ല. ഇനി ഇതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കുകയും ഇത് പൂർണ്ണമായി സത്യമാണെന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താലും കാര്യമില്ല. ആ വിശ്വാസത്തിൽ കൂടെ ക്രിസ്തുവിനെ നമ്മളെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് നാം അനുസരണത്തിൽ തികഞ്ഞവനായി തീരണം. അവനുമായിട്ട് നമുക്കൊരു പേഴ്സണൽ കോൺട്രാക്റ്റ് ആണ്, ഒരു പേഴ്സണൽ എഗ്രിമെൻ്റ് ആണ്. യേശുവിനെ എൻ്റെ പേഴ്സണൽ കർത്താവായി സ്വീകരിച്ചിട്ട് ഞാൻ അവനുമായിട്ട് നിരന്നുകൊള്ളാം. അങ്ങനെയാണ് യേശുവിനെ ധരിക്കുന്നത്. നമ്മളത് സ്നാനത്തിലല്ല ചെയ്ത്, അതിക്ക് മുമ്പ് നടന്നിട്ട് സ്നാനത്തിൽ നമ്മളത് സിഗ്നിഫൈ ചെയ്യാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ചു, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ അടക്കപ്പെട്ടു, ഇനി ഞാൻ ജീവിക്കുന്നത് അവൻ്റെ പുനരുദ്ധാന ശക്തിയാൽ അത്രേ. അപ്പോൾ ആ പുനരുദ്ധാന ശക്തിയിൽ നമ്മൾ എപ്പോഴും ആകുന്നില്ല. പലപ്പോഴും നമ്മൾ വഴുതി പോകുന്നെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലുള്ളതായിട്ടുള്ള ഹ്യൂമൻ നേച്ചറിനെ മാറ്റി ആ ഡിവൈൻ നേച്ചർ, ആ പുനരുദ്ധാന ശക്തി നമ്മളിൽ കൊണ്ടുവരുവാനാണ് കഷ്ടത. അല്ലാതെ നമ്മളെ കഷ്ടപ്പെടുത്തി ദൈവം നമ്മളെ വലച്ച് ഒന്നുമില്ലാതെ ആക്കി തീർക്കുവാനല്ല. ശത്രു ഇത്തരം ഉപദേശങ്ങളെ, ശരിയായ ഉപദേശത്തെ വളച്ചുകൊണ്ട് പലപ്പോഴും ശത്രു നമ്മുടെ ഉപദ്രവങ്ങളിടും. അവിടെയൊക്കെ നമ്മൾ ആത്മാവിൽ മനസ്സിലാക്കിയിട്ട് ഇത് ദൈവം തരുന്ന കഷ്ടതയാണോ, ശത്രു എന്നെ ആക്രമിക്കുന്നതാണോ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആത്മാവിൽ ആരാധിച്ച് ബലപ്പെട്ട് അതിനെ ചാങ്കലകളെ പൊട്ടിച്ചെറിയണം, വലയ്ക്കാൻ നോക്കും. ശത്രുക്ക് മേധക അബോധനേക്ക് പഴയ നിയമത്തിൻ്റെ വിശുദ്ധന്മാരാ. അവരെ 7 ഇരട്ടി തീച്ചൂട് കൂട്ടിയിട്ട് അവിടെ എല്ലാവിധ അടയാളങ്ങളോടും കൽച്ചോട്ടയോടും എല്ലാം കൂടിയാണ് കെട്ടി തീയിലിട്ടത്. അവിടെ ഒന്നും കർത്താവ് വെളിപ്പെട്ടില്ല. തീക്കകത്ത് വീണപ്പോഴാണ് അത് കാണുന്നത്. അവരല്ല കാണുന്നത്, കെട്ടുവാൻ കൽപ്പന കൊടുത്ത നെബൂഖദ്നേസറാ കാണുന്നത്.
ഇതുപോലെ നമ്മുടെ ഉള്ളിൽ പ്രതികൂല സാഹചര്യമുണ്ടോ, പക്ഷെ അതിനെ ചെയ്യുന്നവര് അവർ കണ്ണു തുറന്ന് ദൈവം ഇടയാക്കും. നെബൂഖദ്നേസർ പറഞ്ഞു, ശദ്രക്ക്, മേദക്, അബേദ്നെഗോ ദൈവം എല്ലാവരും വലിയ ദൈവം. അവൻ മാനസാന്തരപ്പെട്ടില്ല, പക്ഷെ അവൻ ഡിക്ലെയർ ചെയ്തു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർക്കെതിരായിട്ട് നിൽക്കുന്നവന് പുരയുടെ ഉത്തരം വലിച്ചൂരി അതിനെ തൂക്കിക്കളയെന്ന് പറഞ്ഞു. നമ്മുടെ സബ്ജക്റ്റ് ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മുടെ കൺസെപ്റ്റിലും നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ബലത്തിലും ഇരിക്കണം. യെസ്, എനിക്ക് വേണ്ടി കൊടുത്ത വില എന്താണ്? സ്തോത്രം. അപ്പൊ നമ്മൾ ആ മാനസാന്തരത്തിൽ ആ അറ്റോൺമെന്റിന്റെ കവറേജിൽ നിന്നുകൊണ്ടാൽ മാത്രമേ നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റൂ. കാരണം നമ്മൾ അവസാനം പറയുന്നത് എന്താ? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തി പ്രാപിക്കണം, എന്നിട്ട് പിശാചിന്റെ തന്ത്രത്തോട് എഴുതി നിൽക്കണം. അപ്പോൾ അവിടേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീഡിയേറ്റർ അല്ലെങ്കിൽ ഈ നിരപ്പ് പ്രാപിച്ചത്. എങ്ങനെയാണ്? നിരപ്പിന്റെ ആവശ്യകത എന്തുകൊണ്ട് വന്നു? ഒരു പ്രായശ്ചിത്തം കൂടാതെ എന്തുകൊണ്ട് നിരപ്പിക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ട് ഒരു മീഡിയേറ്ററുടെ ആവശ്യകത വന്നു? ദൈവം എങ്ങനെയാണ് അത് നടത്തിയെടുത്തത്? ദൈവരാജ്യത്തിന് യാതൊരു, അതിന്റെ ഭരണകൂടത്തിന്, ഗവൺമെന്റിന്റെ പ്രിൻസിപ്പളിന് യാതൊരു ഹാനിയും സംഭവിക്കാതെ എങ്ങനെ ദൈവം നടത്തിയെടുത്തു? പുത്രൻ അത് സ്വമേധ എങ്ങനെ ചെയ്തു? ആ പ്രായശ്ചിത്തത്തിന്റെ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ സമയപരിധി എത്രത്തോളം ഉണ്ട്? ഇതല്ല നമ്മൾ ചിന്തിച്ചത്. ഇനി ചിന്തിക്കാൻ പോകുന്നത് ഇത് ആർക്കാണ് ഗുണമുള്ളത്? ഇത് മനുഷ്യർക്ക് മാത്രം. അതിന് നമ്മളൊരു വചനെടുത്ത് വായിക്കുന്നത്, നിങ്ങൾ ബൈബിൾ എല്ലാവരും എടുക്കണം. ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഹീബ്രു ചാപ്റ്റർ 2 വേഴ്സ് 16 തുടങ്ങി വായിക്കുന്നത് ഞാൻ. അതിന്റെ 15 കൂടി ഒന്ന് വായിക്കാം, അപ്പോൾ അത് മനസ്സിലാവുള്ളൂ. 14 കൂടി വരണം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ശരിക്കും മനസ്സിലാക്കണം, മക്കൾ അതായത് നമ്മൾ ദൈവ കുടുംബത്തിൽ ജനിച്ചവരായി നാം എല്ലാവരുമല്ല, അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാവാനുള്ള അധികാരം അവൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ സെൽഫിനെ ക്രൂസിഫൈ ചെയ്ത് പാപികളാണ് നമ്മൾ അക്നോളജ് ചെയ്ത്, ഞാൻ ഈ പാപത്തിന് അടിമത്തിൽ ദാസിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ദൈവത്തിന്റെ നീതിയിലേക്ക് വരണം, ക്രിസ്തുവിന് എനിക്ക് ദാസനാവണം എന്നുള്ള പൂർണ്ണ സമർപ്പണത്തോടുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് ഒരുക്കുന്ന സാഹചര്യത്തിൽ നാം നമ്മുടെ പാപത്തെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിന് ദാസ്യപരാജന. അതാണ് പുതിയ നിയമത്തിന്റെ എഗ്രിമെന്റ്. അതിന് മുദ്രയിടുന്നത്, സീൽ ചെയ്യുന്നത് യേശുവിന്റെ രക്തം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ യേശുവിന്റെ രക്തം ചെയ്യുമെന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവരും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടിവിച്ചു. അപ്പോൾ എങ്ങനെ ചെയ്തത്? ദൈവ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവരായി, അല്ലെങ്കിൽ സകല മനുഷ്യർക്കും വേണ്ടി ജനിച്ചാൽ മാത്രമേ മക്കളാകുന്നുള്ളൂ, സകല മാനവജാതിയും. ആദാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ ലൂക്കോസ് സുവിശേഷം മറിയയിൽ നിന്ന് ജീനിയോളജി പുറകോട്ട് നോക്കുമ്പോൾ ആദാം ദൈവത്തിന്റെ മകൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് പറയുന്ന സമയത്ത് നാം എല്ലാവരും ആദാമിലുണ്ടായിരുന്നു. പക്ഷെ വീണ് പോയിപ്പോൾ എന്തായി? പാപത്തിന്റെ ദാസന്മാരായി തീർന്നു. പക്ഷേ ആ ഒറിജിനൽ മാറുന്നില്ല. അവിടെ നിന്നാണ് നമ്മൾ ദത്തെടുക്കുന്നത്. സ്തോത്രം. അപ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളായി. മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്തെ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടിവിച്ചു. ഞാൻ ഇപ്പോഴും പറയാറില്ലേ, മരണത്തെ ജയിക്കുന്ന എങ്ങനെയാണെന്ന്. ഈ വാക്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ മരണത്തെ ജയിച്ചവരായി ക്രിസ്തു നമ്മളിൽ വസിച്ച് ഇത്തരമൊരു പ്രതികൂലം വരുമ്പോൾ അവൻ നമ്മളിൽ മരണത്തെ ജയിച്ചവരായിട്ട് വെളിപ്പെടണം. അപ്പോഴാണ് മരണദൂതം വിറച്ചും കൊണ്ട് ഓടുന്നത്. നമ്മളെയല്ല നോക്കുന്നത്. മരണത്തിന് ജഡരക്തങ്ങൾ മക്കള് മരണത്തിന് അടിമകളായിരുന്ന മക്കളെ രക്ഷിപ്പാൻ തക്കവണ്ണം അവനും മക്കളെ പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്തെ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടിവിച്ചെന്ന് പറയുമ്പോൾ നമ്മളെയും ഇപ്പോഴും വിടിവിക്കണം. ക്രൂശി നടത്തിയ പ്രായശ്ചിത്തം മാത്രമല്ല, ഇപ്പോൾ നമുക്കത് ബെനിഫിറ്റഡ് ആകണം. അപ്പൊ ഇത്തരം പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഈ വചനത്തിൽ വിശ്വസിക്കുകയും, കർത്താവേ ഈ ഒരു പ്രവൃത്തി നിന്നിലുണ്ടല്ലോ, നീ എനിക്ക് പകരമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിക്ക് വേണ്ടി നീ പകരക്കാരനായി തീർന്നതാണ്. ഈ ശരീരത്തിന്മേലെ പ്രാണമേലോ ആത്മാവിന്മേലോ ഈ മരണദൂതനോ മരണത്തിന് അധികാരിക്ക് യാതൊരു അവകാശമില്ല. ക്ലെയിം ചെയ്യുന്ന നമ്മുടെ കഴിവല്ല. ആ സമയത്ത് കർത്താവും നമ്മോട് കൂടെ പ്രവർത്തിച്ച് തന്റെ വചനത്തെ ഉറപ്പിക്കും. അതാണ് ഭർത്താവിന് പറഞ്ഞിരിക്കുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കും. ഏത് സമയത്ത് നമ്മുടെ കൂടെ ഇരിക്കും. നമ്മളത് അനുഭവിച്ചതായിട്ടുള്ളവരാ.
സ്തോത്രം. ഇവിടെ അവിശ്വാസം വരുന്ന ശത്രു നമ്മളെ പല സംശയങ്ങളും കൊണ്ടിരിക്കാം. ശത്രുവിന്റെ പണി അതാണ്. അവൻ കള്ളത്തിന്റെ പിതാവ്. നമ്മളെ ഡിഫൈ ചെയ്യുക, സംശയങ്ങൾ ഇടിയിപ്പിക്കുക. വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ സംശയം. ഇതെല്ലാം കൊണ്ട് ആകാശം ഭൂമി ഒഴിഞ്ഞു പോയിട്ട് മേളിലേക്കൊന്ന് നോക്കണം. സൂര്യൻ താഴെ വീണോ? ചന്ദ്രങ്ങൾ നക്ഷത്രങ്ങൾ ഏതെങ്കിലും താഴെ വീണോ? വീണിട്ടില്ലെങ്കിൽ എന്താ? അത് വീണാലും എന്നോടൊരു ദൈവത്തിന്റെ വചനം മാറുകയില്ല. ശത്രു രക്ഷിച്ചു പോകണം. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത് ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല. ആരെ കുറിച്ചാണ് പറയുന്നത്? ലൂസിഫർ സംഘവും പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് ശിക്ഷ പ്രാപിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം ഡിക്ലെയർ ചെയ്തില്ല. അപ്പോൾ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളോട് എതിർക്കുമ്പോൾ ഇത് നമ്മുടെ കൂടെ നിനക്കോ നിന്റെ കിങ്കരന്മാർക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം ഒരുക്കിയിട്ടില്ല. നിന്നെ ശിക്ഷ വിധിച്ചവൻ, നിന്നെ സൃഷ്ടിച്ചവൻ, നിന്റെ മുമ്പിൽ അവനൊരു മോറൽ ഏജന്റ് ആയിരുന്നു. ലൂസിഫർ സകല ദൂതന്മാരും മോറൽ ഏജന്റ് ആയിരുന്നു. നിങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ക്രോധത്തോടു കൂടെ ശിക്ഷിച്ച അതേ ദൈവമാണ് എനിക്ക് പകരമായിട്ട് പ്രായശ്ചിത്തമായി തീർന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. ഇത് പറയുമ്പോൾ ശത്രു വിറയ്ക്കണം. ഇതിന് വേണ്ടത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നു. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ എന്താ? എന്നെ ദൈവത്തോട് നിരപ്പിക്കാൻ തക്ക വേണം. വേറൊരു വഴിയില്ലാതിരിക്കുന്ന സമയത്തോ ഡിവൈൻ ജസ്റ്റിസ് മാറ്റിയെടുക്കാൻ തക്ക വേണം. എനിക്ക് പകരമായി ഞാൻ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് എനിക്ക് പകരമായി ജഡരക്തങ്ങളോട് കൂടിയവനായിട്ട് വെളിപ്പെട്ട് എൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുള്ള ശിക്ഷയെ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പകരമായിട്ട് ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ശിക്ഷ ഏറ്റെടുത്ത് മരിച്ചത് ഉയർത്തെന്നിട്ട് മഹിമയുടെ വലത്തുമായിട്ടിരിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. നിന്നെ ശിക്ഷിച്ചവൻ തന്നെയാണ് എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത്. അത്രമാത്രം എന്നെ വിലമതിക്കുന്നുണ്ട്. ഇത് വിശ്വാസത്തിൽ വ്യാപരിക്കണം. ഇത് വിശ്വാസത്തിൽ ഏറ്റെടുക്കേണ്ട വിഷയമാണ്. ഒരു ചെറിയ പ്രതികൂലം വരുമ്പോൾ, രോഗമോ മരണം വരുമ്പോൾ ചിന്തിച്ച് പതറുന്നതിന്റെ അർത്ഥം എന്താ? ഈ റിലേഷൻ നമ്മൾ ഡെവലപ്പ് ആയിട്ടില്ല. വചനം നമുക്കറിയാം, ഇതൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന വചനങ്ങളാണ്. പക്ഷെ ആ റിലേഷനിൽ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള കാരണം എന്താ? ആ സമയത്ത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതിനുള്ള നമ്മുടെ ആ ഹ്യൂമാനിറ്റി, നമ്മുടെ ഉള്ള സെൽഫ് ഡിസയർ അല്ലെങ്കിൽ സെൽഫ് ലവ്, നമ്മുടെ ശരീരത്തെ പ്രാണനെ നാം സ്നേഹിക്കുന്ന സ്നേഹം, അത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിനെ ഡിനൈ ചെയ്യുവാൻ നമുക്ക് ധൈര്യം കിട്ടുന്നില്ല. ക്രിസ്തുവിന്റെ വിശ്വാസമല്ല എന്നൊരു അർത്ഥം. നമ്മൾ പറയും, സാധാരണ കാര്യത്തിലൊക്കെ പറയും. ദുഃഖം കൃഷി എടുത്തുകൊണ്ട് മല കയറുന്നവനും പറയും. ഫിലിപ്പൈൻസ് ലൈവായിട്ട് ആണിത്തറച്ച് കുറിച്ച് കിടക്കുന്നവനും പറയും. പക്ഷെ കാര്യത്തോടെ നടക്കുമ്പോൾ അപ്പൊ അതിന് പഴയ ന്യായങ്ങൾ കൊണ്ടുവരും. നോ, ഞാൻ മരിക്കേണ്ടി വന്നാലും എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നവൻ മാറുന്നവനല്ല. കിങ്കരന്മാരും അവന്റെ ഏഞ്ചൽസും നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം ഒരുക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ പൂർവ്വപിതാവായ ആദം പാപം ചെയ്തപ്പോൾ ഞങ്ങൾ ശിക്ഷിക്കുകയല്ല ചെയ്തത്, ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തമാണ് ഡിക്ലെയർ ചെയ്തത്. ഞാൻ നിനക്കും സ്ത്രീക്കും അവളുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും നമ്മൾ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തലയെ തകർക്കും. തലയെ തകർക്കെന്ന് പറഞ്ഞാൽ അവന്റെ അധികാരത്തെ പിടിച്ചു കൊടുത്തു. അത് മുമ്പിലത്തെ വാക്യം നാം വായിച്ചത്, മരണത്തിന് അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്തെ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ വിടിവിച്ചെടുത്തു. ഇനി മരണത്തിന്റെ എന്നിട്ടാണ് പറയുന്നത്, മരണത്തിന്റെ പാതാളത്തിന് താക്കോൽ എൻ്റെ കയ്യിലാ. ഞാനിത് വർഷങ്ങളായിട്ട് അനുഭവിച്ചവനാ. ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിന് എൻ്റെ ആദ്യത്തെ ബന്ധം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ മരണത്തോട് ശക്തമായിട്ട് വെല്ലുവിളിക്കുന്നത്. മരണം എന്നിന്റെ ജയം എവിടെ? യു ഡോണ്ട് ഹാവ് എനി അതോറിറ്റി. ദൈവൻ അതോറിറ്റിയാണ് ക്രിസ്തുവാണ്. അവനാണ് എന്നിൽ വസിക്കുന്നത്. ഞാൻ അവനെ പ്രസംഗിക്കും, ഞാൻ അവനാണ് വസിക്കുന്നത്. നാം അവനെ വസിച്ചല്ലാതെ വചനം പറഞ്ഞിട്ട് കാര്യമില്ല. അനേക ദേവദാസന്മാരൊക്കെ പ്രസംഗിക്കും, പക്ഷെ അവർക്ക് ക്രിസ്തുവിൽ വസിക്കാൻ പറ്റുന്നില്ല. ജഡത്തിന്റെ മോഹങ്ങളോ ജഡത്തിന്റെ ബലഹീനതകളോ നമ്മുടെ ജഡം എന്ന് പറഞ്ഞ നാം തന്നെ പരിശുദ്ധാത്മാവില്ലാത്ത നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ പറയുന്ന പേരാണ് ഫ്ലഷ്. പരിശുദ്ധാത്മാവിലല്ലാത്ത നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ പറയുന്ന പേരാണ് ഫ്ലഷ്. അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഒരു പ്രതികൂല സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടാക്കി, ഭവനത്തിലോ പൊതുസ്ഥലത്തോ എവിടെയെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ തന്നെ പേഴ്സണലായിട്ട് ഒരു രോഗമോ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നാം ആരിൽ ആശ്രയിക്കുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മളിൽ ആശ്രയിച്ചാൽ, മറ്റു കാര്യങ്ങൾ ആശ്രയിച്ചാൽ വി ആർ ജസ്റ്റ് ഡിനൈങ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. പറയും, അവിടെ പറയും, കർത്താവ് എനിക്ക് ധൈര്യം കിട്ടുന്നില്ല, ഇറ്റ് ഇസ് മീ, none else, it is me, please help me. എനിക്ക് പുനരുദ്ധാന ശക്തി കൂടാൻ സാധ്യമല്ല. കർത്താവിനറിയാം
അതല്ലേ റോമാലയം 8 പറഞ്ഞിരിക്കുന്ന 3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിന്റെ സാദൃശ്യത്തിന് പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തെ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്നവർക്ക് ആ നീതി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ജഡത്ത് നടക്കുന്നതിനെ നീതി കിട്ടുന്നത്. റോമാലയം 3:24-25 എങ്ങനെയാ ബെനിഫിറ്റഡ് ആകുന്നത്? അപ്പൊ നാം ജഡത്തിൽ ആശ്രയിക്കുന്നു നമുക്ക് മനസ്സിലാകുമ്പോൾ ജസ്റ്റ് കൈകുമ്പോൾ ലോർഡ് എനിക്ക് മനസ്സിലായി, I'm depending on me and I'm depending on the world resources. പ്ലീസ് എനിക്ക് ധൈര്യം കിട്ടുന്നില്ല, പ്ലീസ് ഹെൽപ്പ് മീ. ഗോഡ് നോസ് ദാറ്റ്. അതാ അവനെ തന്നെ വെളിപ്പെടുത്തരുന്നത്. അവനെ വെളിപ്പെടുത്തരുന്നത്, കുഞ്ഞ് നീ ബലഹീനയാ, നിനക്ക് സാധ്യമല്ല, എന്നെ കൂടെ നിനക്ക് സാധ്യമല്ല. ജസ്റ്റ് റിസീവ് മീ, ഐ ആം ദേർ ടു ഹെൽപ്പ് യു. ഞാൻ നിനക്ക് പകരമായിട്ട് അറ്റോൺ ആയതാണ്. ഞാൻ നിനക്ക് പകരമായിട്ട് ശിക്ഷ വഹിച്ച അത്ര സ്നേഹം ഞാൻ കുറിച്ച് വെളിപ്പെടുത്തിയില്ലയോ? ഞാൻ മാറുമ്പോൾ എനിക്ക് മാറാൻ കഴിയുകയില്ല. ഞാൻ നിനക്ക് പകരം കൈവിട്ടു പോയതാ. അല്പസമയക്ക് എൻ്റെ പിതാവ് കൈവിട്ടതാണ്. ബട്ട് നീ എന്നെ സ്വീകരിച്ചാൽ നിന്നെ കൈവിടില്ല. എന്നെ സ്വീകരിച്ചതുപോലെയാണ് പിതാവ് കൺസിഡർ ചെയ്യുന്നത്. അത് പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊണ്ടിരിക്കുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പിന്നെ ആരെ എതിർത്ത് നിൽക്കാൻ? ഹല്ലേലൂയ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം മാറും. അപ്പൊ ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോൾ നാം നല്ലവണ്ണം ഉറക്കണം. സാറ്റാനിക് കിങ്ഡത്തോട് നമുക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ഇതിൽ നല്ല എക്സ്പീരിയൻസ് വരണം. ദൂതന്മാരെ സംരക്ഷണം. എന്നോട് പോരാടുന്ന ഞാൻ എത്രയോ ശക്തികളോട് പോരാടുന്നുണ്ട്. ശിവൻ, കാളി, മറിയ, യേശുവിന്റെ തരം അനേക രൂപങ്ങൾ, ഗർഭവതി, പിന്നെ ക്രൂര കൊലപാതക ശക്തികൾ. ഇതിനൊക്കെ വരുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ഒരുക്കിയിട്ടില്ല, നിന്നെ ശിക്ഷിച്ച് നരകം വിധിച്ചിരിക്കുന്ന അതേ ദൈവമാണ് എനിക്ക് പകരമായിട്ട് എന്നെ പോലെ ശരീരം എടുത്തത്, എന്നെ പോലെ പ്രാണവൽഭം എടുത്തത്. എനിക്ക് മേൽ എൻ്റെ മേലുണ്ടായിരുന്ന എൻ്റെ വ്യക്തിപരമായ പാപനിമിത്തം എൻ്റെ മേലുള്ള ശിക്ഷ വഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനെയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. നിനക്ക് എൻ്റെ മേലും യാതൊരു യു മസ്റ്റ് ബോ ഡൗൺ. മരണം വിറച്ചുകൊണ്ട് ഓടിപ്പോവും. നമ്മുടെ കഴിവൊന്നുണ്ട്, സംസാരത്തിന്റെ കഴിവല്ല, ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ട്. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത്, അവനെ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താ? ക്രിസ്തുവിൽ വസിക്കുക. വസിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ആശ്രയിക്കുക, വിശ്വസിക്കുക. അവൻ എഴുതി തന്നിരിക്കുന്ന വചനങ്ങൾ വ്യക്തിപരമായിട്ട് നമ്മളെ ആ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നതിൽ ബലപ്പെടാൻ. ലോർഡ് യെസ്, നമ്മൾ യഥാർത്ഥത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ചിന്തയിൽ പലതും വരും. പല ശത്രുവിന്റെ ഭീഷണങ്ങൾ വരും, അവിശ്വാസം കൊണ്ടുവരും. ബട്ട് റിലൈ ഓൺ, ഉയർത്തെഴുന്നേറ്റാണ് ക്രിസ്തുവിൽ ആശ്രയിക്കുക. ലോർഡ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് വിശ്വാസം കിട്ടുന്നില്ല. പറയാം, ലോർഡ് എനിക്ക് വിശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ധൈര്യം കിട്ടുന്നില്ല, പ്ലീസ് ഹെൽപ്പ് മീ. ഈസ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ് യു. വളരെ അടുത്താണ്, അത് ദൂരെ എങ്ങുമല്ല. ഈസ് നിയർ ടു യു, ക്ലോസ് ടു യു. നിന്നിൽ തന്നെയാണ് വസിക്കുന്നത്. അത് നിനക്ക് പെർഫെക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിന്റെ ബലഹീന വശവും അവൻ വെളിപ്പെട്ടാനുള്ള വശം നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിന്റെ നാവെടുത്ത് ദൈവത്തെ സ്തുതിക്കും. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന്. അല്ലാത്ത വിശ്വാസമല്ല, അത് നോളജാ. ആ നോളജിലുള്ള വിശ്വാസ, പരീക്ഷിക്കപ്പെടാത്ത വിശ്വാസം. അത് പരീക്ഷിക്കപ്പെട്ട വിശ്വാസം. ക്രിസ്തുവിനെ അങ്ങനെയല്ലേ നമ്മൾ യെശയ്യാവ് 22:16 പറഞ്ഞിരിക്കുന്നത്, ശോധന ചെയ്ത കല്ല്. നമ്മളെ ശോധന ചെയ്തിട്ട് ആ ശോധനയിൽ നാം ആരെ ആശ്രയിക്കും? നമ്മൾ എഗ്രിമെന്റ് ചെയ്താരാ? ക്രിസ്തുമായിട്ടാണ് എഗ്രിമെന്റ് നടത്തുന്നത്. അത് നമ്മൾ സ്നാനത്തിൽ ഡിക്ലെയർ ചെയ്തേ ഉള്ളൂ. ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുമായിട്ട് ഒരു കോൺട്രാക്റ്റാണ് നാം സൈൻ ചെയ്തത്. ആ സീൽ ചെയ്തിരിക്കുന്ന അവന്റെ ബ്ലഡ് ആണ്. ആ ബ്ലഡ് കാണുമ്പോൾ ശത്രു വിരളും. ഇവൻ ഇത്രമാത്രം വില കൊടുത്തവനാ എന്നെ ശിക്ഷിച്ചവൻ. ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയെ വന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ ഹൃദയത്തിൽ എത്രയോ ദോഷകരമായ ചിന്തകൾ വരുന്നുണ്ട്. അതൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ലൂസിഫറെ നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്ന വചനങ്ങളായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എസെക്കിയേൽ 28:12 തുടങ്ങിയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ യെശയ്യാവ് 14:12 തുടങ്ങിയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അത്യുന്നതനോട് സമനാകും. ഇത് ഹൃദയത്തിലും ചിന്തിച്ചതേ ഉള്ളൂ. നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇതിനേക്കാൾ ക്രൂരമായി ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തിച്ച സമയത്ത് ദൈവം അവന്റെ മേൽ അധികാരത്തെ എടുത്തു മാറ്റി. അവന്റെ കീഴിലാണ് സകല ഭരണകൂടത്തെ ദൈവം അതിക്രൂരതയോടുകൂടെ ശിക്ഷിച്ചു. അതാണ് ഇന്ന് ഗാലക്സികളൊക്കെ വെറുതെ കിടക്കുന്നത്. വാസയോഗ്യത്തിൽ യെശയ്യാവ് 45:18 പറഞ്ഞിരിക്കുന്നത്, വാസയോഗ്യമായതിനാണ് ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, വൈഡായിരിക്കാൻ തക്കവണ്ണമല്ല. യെരമ്യാവ് 4:23 തുടങ്ങി പറഞ്ഞിരിക്കുന്നത്,
അവന്റെ ഉഗ്രകോപം ഏതുമായിട്ട് ഇതൊക്കെ നശിച്ചു പോയെന്ന്. അതേ ക്രോധം, അതിനേക്കാൾ കൂടുതലായ ക്രോധം ആദാമിന്റെ തലമുറയുടെ മേൽ വരേണ്ടതായിരുന്നു. യെസ്, അതുപോലെ ഉണ്ട് താനും. കാരണം നമുക്ക് ലഭിക്കുന്നതായ വെളിച്ചത്തിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ശിക്ഷയാണ് ദൈവരാജ്യം വിധിക്കുന്നത്. ലൂസിഫറിന്റെ സംഘത്തെയും ശിക്ഷിച്ചത് മുഖാന്തരം ദൈവരാജ്യത്തിന് അതൊരു അതിഭയങ്കരമായി ഭീതി കടന്നു വന്നു. ദൈവരാജ്യത്തിന്റെ നിയമം ഇത്ര കഠിനമാണ്, ദൈവം മാറ്റുന്നവനല്ല, അതിക്രൂരമായി ശിക്ഷിക്കുന്ന എന്നുള്ളൊരു ബോധ്യം വന്നിട്ടും ദൂതന്മാരുടെ ഇടയിൽ അതുകൊണ്ട് ആദാമിന് കൊടുത്ത് ലംഘനം ചെയ്തപ്പോൾ ദൈവം ശിക്ഷിക്കുകയല്ല ചെയ്തത്, അവന് പകരമായിട്ട് താൻ തന്നെ വെളിപ്പെടാൻ പോകുന്ന ഫസ്റ്റ് പ്രൊഫസി പറയുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു വരുന്നത്, നമ്മൾ എഫേസ്യ ലേഖനത്തിന്റെ ആ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഒടുവിൽ കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ രക്ഷിക്കണേ രക്ഷിക്കണേ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വാഴണം. എനിക്ക് വേണ്ടി അറ്റോൺമെന്റ് ആയത് ആരാണ്? ഇതിന് ഓപ്പോസിറ്റ് ഉപദേശങ്ങളൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ട് ജസ്റ്റ് ത്രോ ഇറ്റ് ഔട്ട്. എന്നിട്ട് ക്രിസ്തുവിൽ വസിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കർത്ത ഞാൻ മരിക്കട്ടെ. മരണം എന്ന് പറയുന്നത് എന്താ? ഈ ശരീരത്തിൽ നിന്ന് ഒരു എക്സിറ്റ്. ഈ എക്സിറ്റ് ആവുന്ന സാധനം ഇപ്പോഴും ശരീരത്തിൽ ഇരിക്കുക, ഇതിനകത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് പുറത്തു പോകുന്നു. ഇതാ മരണം. ഇത് പുറത്തു പോയാൽ അതേപോലെ തന്നെയാണ്. അതിനപ്പോൾ രൂപാന്തരം സംഭവിക്കുന്നില്ല. രൂപാന്തരം സംഭവിക്കുന്നത് ഇപ്പൊ സംഭവിച്ചിരിക്കൊണ്ടിരിക്കുകയാണ്. അത് വെളിപ്പെടാൻ പോകുന്നത് കർത്താവ് വരുമ്പോഴാണ്. കർത്താവിന് കാഹളനാദം കേൾക്കുകയോ അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടുമ്പോഴാ അയ്യോ അപ്പോഴാ പരസ്യമായിട്ട് എല്ലാവരും കാണും വെളിപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ ഓൾറെഡി നടന്നിരിക്കുന്നുണ്ട്, കാണത്തക്കവണ്ണം വെളിപ്പെടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആരും അറിയണ്ട ലോർഡ് എനിക്ക് മനസ്സിലായ ഐ ആം വീക്ക്, എനിക്ക് മനസ്സിലായ ഐ ആം എ സിന്നർ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിന്ന, ഞാൻ എൻ്റെ സംസാരത്തിൽ കൂടെ ചിന്തകളിൽ കൂടെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിന്നാണ്. ലോർഡ്, I cannot save myself. Please help me. You are my salvation. You are my redemption. You are my wisdom. ഇതെല്ലാം നാം സ്വീകരിക്കുകയാണെങ്കിൽ അവൻ പ്രവർത്തിക്കും. അവന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. അവൻ തൻ്റെ വായിക്കൊണ്ട് അരളിച്ചെന്ന് മാറുന്നവനല്ല. അപ്പം നല്ലവണ്ണം ഉറക്കുക. പ്രത്യേകിച്ചും ഏതൊരു മനുഷ്യനും ഇനി ഞാൻ ദുഷ്ടാത്മാർ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, ഞാൻ നല്ല കുഞ്ഞായിട്ട് ജീവിച്ചോളാം. നോ, നാം വീണ്ടും ജനനം പ്രാപിക്കുന്ന മൂവ്മെന്റ് തുടങ്ങി. നമുക്ക് 3 ശത്രുക്കളുണ്ട്. ഒന്ന് ദൈവത്തോട് പ്രതികൂലമായിരിക്കുന്ന, ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാത്തതുമായ ജഡം എന്നത്, അതായത് പരിശുദ്ധാത്മാവിനല്ലാത്ത നമ്മുടെ ഹ്യൂമൻ നേച്ചർ. ഈ ജഡം എന്ന് പറയുമ്പോൾ പുറത്തുള്ള സാധനമൊന്നല്ല, പരിശുദ്ധാത്മാവിലല്ലാത്ത നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ പറയുന്ന പേരാണ് ഫ്ലഷ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. സ്തോത്രം. മറ്റൊന്നാണ് ദ സൈറ്റാനിക് കിങ്ഡം. വേണ്ടത്ര കോടി കണക്കിന് ദുഷ്ടാത്മാക്കളുണ്ട്. മറിയ എന്നോ കാളി എന്നോ ഭദ്രകാളി എന്നോ ശിവൻ എന്നോ പാർവതി എന്നോ അയ്യപ്പൻ എന്നോ, ഇതൊക്കെ പല പേരെടുക്കും, പല അത്ഭുതങ്ങൾ കാണിക്കും. ഇവൻ ശരിയായി വിശ്വസിക്കാത്ത വിശ്വാസികളെ ഒതുക്കിയും കളയും, ഭീഷണിപ്പെടുത്തും, കള്ളം പറയും. അവിടേക്ക് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നവൻ ആരാണ്? ഞാൻ ശത്രുവായിരിക്കെ. നമ്മൾ എവിടുത്തെ തുടങ്ങിയത്? നിങ്ങൾ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ പുത്രൻ മുഖാന്തരം നിരപ്പിച്ചു, ക്രൂശിലെ മരണം മുഖാന്തരം നിരപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് നിരപ്പിൻ്റെ ആവശ്യം വന്നത്? ദൈവം എങ്ങനെയാണ് നിരപ്പിച്ചത്? പുത്രൻ എങ്ങനെയാണ് സ്വീകരിച്ചത്? എങ്ങനെയാണ് ക്രൂശിൽ നിവർത്തിച്ചെടുത്തത്? കാര്യങ്ങളൊക്കെ ഇത്രമാത്രം വില കൊടുക്കപ്പെട്ടവനാണ് ഞാൻ. അതാണ് പാട്ടുകാരൻ പാടിയത്. ചങ്കുപിളർന്നതാടേ നിനക്കവൻ തന്നുയിർ തന്നതാടേ. നമ്മൾ പാടിയല്ലോ. സ്തോത്രം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? നീ അത്രമാത്രം വില മതിക്കപ്പെട്ടതാ. നിന്റെ ഫൂളിഷ് തോട്ട് കൊണ്ടോ, നിന്റെ അവഗണന കൊണ്ടോ, അലക്ഷ്യബോധം കൊണ്ടോ നിനക്ക് ദൈവം ഫ്രീ ആയിട്ട് ഒരുക്കിയിരിക്കുന്ന ആ മഹാപദവിയെ, രക്ഷയെ നഷ്ടപ്പെടുത്താതിരിക്കുക. താഴ്മയോടുകൂടെ ലോഡ് എനിക്ക് മനസ്സിലായി. ആരും കേൾക്കണ്ട, ആരും പറയണ്ട ലോഡ് പ്ലീസ് ഹെൽപ്പ് മീ. പക്ഷേ ശത്രു കേൾക്കണം. അല്ലാത്തടത്ത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന കാര്യങ്ങൾ അറിയില്ല. ഇതാണ് നമ്മൾ പരസ്യമായി സ്നാനപ്പെടുമ്പോൾ ഡിക്ലെയർ ചെയ്യുന്നത്. Satan, you don't have any more relation to me. എനിക്ക് പകരമായിട്ട് കടം തീർത്തവനായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവാണ് എൻ്റെ കർത്താവ്. പാപമേ നിനക്ക് ഇനി എൻ്റെ മേൽ കർത്തൃത്വമില്ല. ഗുഡ് ബൈ. അത് നമ്മൾ വെള്ളത്തിൽ ഡിക്ലെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, സ്നാനമല്ല നമ്മൾ രക്ഷിക്കുന്നത്, ബട്ട് ക്രൈസ്റ്റ്. ശരിയായ ഉപദേശമല്ല നമ്മൾ രക്ഷിക്കുന്നത്, ബട്ട് ക്രൈസ്റ്റ്.
ബൈബിളല്ല നമ്മളെ രക്ഷിക്കുന്നത്, ബട്ട് ക്രൈസ്റ്റ്. ഇതെല്ലാം നമ്മളെ ക്രിസ്തു, നമ്മൾ ആരാണെന്ന്, നാമും ക്രിസ്തുമായിട്ടുള്ള ബന്ധം എന്താണ് നമുക്ക് വെളിപ്പെടുത്തി തരാനുള്ള മാർഗങ്ങൾ ദൈവം ഒരുക്കിയതാണ്. അതുകൊണ്ട് നല്ലവണ്ണം ഉറയ്ക്കുക. ദൂതന്മാരെ, എന്നോട് പോരാടുന്ന ദുഷ്ടാത്മസേനകളെ സംരക്ഷണം ചെയ്യുന്ന ദൈവം ഒരു പ്രായശ്ചിത്തം ഒരുക്കിയില്ല എന്ന അതേ ദൈവം തന്നെ, ദൂതന്മാരെ ശിക്ഷിച്ചവന അതേ ദൈവം തന്നെയാണ് എനിക്ക് പകരക്കാരനായി എൻ്റെ വ്യക്തിപരമായ സിൻമുഖാന്തരം ഡിവൈൻ ജസ്റ്റിസ് എൻ്റെ മേൽ വിധിച്ചെന്ന ശിക്ഷയെ മാറ്റുവാൻ തക്കവണ്ണം, മറയ്ക്കുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തരുന്നത്. ഇത് നല്ല കോൺഫിഡൻസ് ആകണം. ധൈര്യം കിട്ടിയിട്ടില്ലെങ്കിൽ, വിശ്വാസം ഉറച്ചിട്ടില്ലെങ്കിൽ കർത്താവിന് പറയാം, കർത്താവ് എനിക്ക് വചനം അറിയാം, പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ അതിന് ഓപ്പോസിറ്റായൊരു സംഭവം, ഒരു സാഹചര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുമ്പോൾ പേടിക്കേണ്ട. അവൻ്റെ ഉള്ളകൈയിൽ വെച്ചുകൊണ്ടാണ് അവൻ, ഞാനിതൊക്കെ പേഴ്സണലായിട്ട് അനുഭവിച്ചിട്ടായി പറയുന്നത്. മരത്തിൻ്റെ ശക്തിയിൽ വന്ന് ബുദ്ധിയോട് പോരാടുന്നതും വാദിക്കുന്നതും ബോഷ്ക്ക് പറഞ്ഞൊക്കെ കേട്ടിട്ട് അവിടെയൊക്കെ ഈ പറയുന്ന വചനങ്ങളൊക്കെ വായിക്കൊണ്ട് കേൾക്കത്തക്കവണ്ണം വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. യു ഡോണ്ട് ഹാവ് എനി അതോറിറ്റി ഓൺ മീ. മരണത്തിൻ്റെ അധികാരി നിനക്കിനി അധികാരമില്ല. ക്രിസ്തു എനിക്ക് പരം മരണമായി തീർന്നു, മരിച്ചു, ഉയർത്തെന്നിട്ടു. യു ഡോണ്ട് ഹാവ് എനി മോർ അതോറിറ്റി. യു ഡോണ്ട് ഹാവ് എനി അതോറിറ്റി ഓൺ മീ. നാം വേറൊരുത്തിന് വേണ്ടി ഗ്യാപ്പിൽ നിൽക്കുമ്പോൾ പറയുന്നത് തന്നെയാണ്. ഒരുപക്ഷെ അവർ പാപം ചെയ്തവരായിരിക്കാം, അവർ ചുറ്ററിയിക്കുന്നവരായിരിക്കാം, പക്ഷേ കർത്താവ് പറയും, കർത്താവ് നീ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നതാ. ശത്രുവിന് അവൻ്റെ പ്രാണെടുക്കുക യാതൊരു അധികാരമില്ല. ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ അറ്റോൺമെൻറ്റ്. നീ പോയി കഷ്ടം സഹിച്ചെന്ന് നോക്ക് കർത്താവെ, നിസ്സാരമല്ല പ്രാണൻ്റെ വാൽമാൾ നീ കൊടുത്ത വില. ശത്രുവിന് അധികാരമില്ലാതെ കർത്താവ് റിലീവ് ദം, റിഡീം ദം ലോർഡ്. സ്തോത്രം. കർത്താവ് അതിന് വിലമതിക്കും, പുത്രനെ മഹത്വപ്പെടുത്തി അതിന് വിലമതിക്കും. അപ്പം ധൈര്യപ്പെടുക. ഈ വചനങ്ങൾ ദൈവം നമുക്ക് സജ്ജീകരിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, ആഴമേറിയ ചില കാര്യങ്ങൾ ഞങ്ങൾ ചില ആഴ്ചകളായിട്ട് ചിന്തിക്കാൻ കാരണമായി തീർന്നു. നീ ഞങ്ങളെ എങ്ങനെയാണ് ദൈവത്തോട് നിരപ്പിച്ചെന്ന വിഷയം, നീ തന്നെ ഞങ്ങളുടെ രക്ഷ, ഞങ്ങളുടെ വീണ്ടെടുപ്പ്, ഞങ്ങളുടെ നീതീകരണമായി എന്നും ഈ ശബ്ദം കേൾക്കുന്നവരിലും ഈ യൂട്യൂബിൽ കേൾക്കുന്നവരും കൂടി ഇരിപ്പത്തൊക്കെയാണ് ഞങ്ങളുടെ ബലഹീനതകൾക്ക് നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നിന്റെ വിശ്വസ്ത ഞങ്ങൾക്ക് പരിചയം മാറി കിട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശത്രുവിൻ്റെ തന്ത്രങ്ങളുടെ മേൽ നിന്റെ നാമം ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരള ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരള ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരമല്ലാത്ത ഭരണകൂടം മാറട്ടെ കർത്താവെ. തിരുനാമത്തെ ഉയർത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.